ഇറാൻ ആണവായുധം നിർമ്മിക്കുന്ന ലോകത്തിന് ഭീഷണിയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഏതൊക്കെ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? പ്രതിൻസി കണ്ണൻ വിശദാംശങ്ങൾ നൽകും. എന്നാലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അത് പ്രധാനമായിട്ടും 3 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിട്ട് നമുക്ക് അതിനെ വിശദീകരിക്കേണ്ടി വരും. കാരണം ഇറാനിൽ 3 വിഭാഗങ്ങളായി തന്നെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിലൊന്ന് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ്. അതായത് ആണവ നിലയങ്ങൾ, വൈദ്യുതി ഉപയോഗിക്കാനുള്ള ആണവ കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിൽ ചില കേന്ദ്രങ്ങൾ ഇറാനിനകത്തുണ്ട്. മറ്റൊന്ന് ഈ ആണവ ഗവേഷണ കേന്ദ്രങ്ങളാണ്. പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കാനും അതുപയോഗിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനുമുള്ള ആണവ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഇനി മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റുകളുണ്ട്. ഒരുപക്ഷെ അമേരിക്ക നേരത്തെ എടുത്തു പറഞ്ഞ, ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇറാനെ ഒരു രീതിയിലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അമേരിക്ക പറയണമെങ്കിൽ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അതിന് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. ഇറാനിൽ 2 സ്ഥലങ്ങളിലായി ഈ യുറേനിയം സമ്പുഷ്ടീകരണം, അവിടെയാണ് ഈ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എല്ലാം നടക്കുന്നത്. യുറേനിയം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരികയും അതുപയോഗിച്ചുകൊണ്ട് അണ്വായുധ നിർമ്മാണം, ഇതാണ് ഇറാന്റെ മനസ്സിലുള്ളത് എന്നാണ് അമേരിക്ക അടക്കം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അവർ ചെറുക്കുന്നതും. എവിടെയൊക്കെയാണ് ഈ കേന്ദ്രങ്ങളുള്ളത്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. എനിക്ക് പിന്നിൽ കാണുന്ന ഇറാന്റെ മാപ്പിൽ അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടെഹ്റാൻ നമുക്കറിയാം ഇറാന്റെ തലസ്ഥാനമാണ്, തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് ടെഹ്റാൻ. ഈ ടെഹ്റാന് തെക്ക് ഭാഗത്തായിട്ട് നിരനിരയായി നമുക്ക് ചില പോയിന്റുകൾ കാണാം. ഇതെല്ലാം ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഫോദോ ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റ് ആണ്. ഫോദോയും നഥാൻസും. ഈ നഥാൻസ് ആക്രമിക്കപ്പെട്ടു എന്നാണ് യുഎനിലെ ആണവോർജ ഏജൻസിയുടെ ഇറാനിലെ പ്രതിനിധി പറഞ്ഞത്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് ആണവോർജ ഏജൻസി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ആക്രമണം നഥാൻസിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഈ 2 കേന്ദ്രങ്ങൾ, ഒന്ന് ഫോദോ, മറ്റൊന്ന് നഥാൻസ്, ഈ 2 കേന്ദ്രങ്ങളാണ് ഫോദോ ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റും നഥാൻസ് ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റും. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന 2 കേന്ദ്രങ്ങൾ ഈ ഫോദോയും നഥാൻസുമാണ്. 2025 ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഈ ഫോദോ എൻറിച്ച്മെന്റ് പ്ലാന്റ്, ഫോദോ എന്ന് പറയുന്ന അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം പൂർണ്ണമായും തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. അതിന്റെ വിഷ്വൽസ് അടക്കം വന്ന് അമേരിക്ക പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ 2 സ്ഥലങ്ങളും ഒരു കുന്നിൻ പ്രദേശമാണ്, മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ഈ ഫോദോ ഫ്യൂൽ എൻറിച്ച്മെന്റ് പ്ലാന്റിൽ തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന പ്ലാന്റ് ഉള്ളത് ഭൂമിക്കടിയിൽ ഏതാണ്ട് 80 മീറ്റർ താഴ്ചയിൽ പോയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രമുള്ളത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്, ഇറാൻ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നഥാൻസും ഭൂമിക്കടിയിലുള്ള ഒരു സ്ഥലത്താണ് ഇതിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട യുറേനിയത്തിന്റെ ഒക്കെ ശേഖരമുള്ളത് ഭൂമിക്കടിയിലാണ്. അത് ഈ എയർ സ്ട്രൈക്കുകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് അങ്ങനെ ഭൂമി തുറന്ന് അല്ലെങ്കിൽ കുന്ന് തുറന്ന് അതിനകത്ത് ഇത്തരം പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക വർഷങ്ങളായി തന്നെ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എയർ സ്ട്രൈക്കുകൾ, ആകാശം വഴി വന്ന് ബോംബിടുക അല്ലെങ്കിൽ മിസൈൽ വർഷം നടത്തുക, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഭൂമിക്കടിയിൽ ഇത് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഫോദോയിൽ നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആ പേരിൽ തന്നെയുണ്ട്, ബങ്കറുകളെ തകർക്കാൻ കഴിയുന്ന ബോംബുകളാണ്. ഏതാണ്ട് 10-60 മീറ്റർ അടിയിൽ വരെ പോയിട്ട് പൊട്ടിത്തെറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ടൈപ്പിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അന്ന് അമേരിക്ക പ്രയോഗിക്കുകയുണ്ടായി, B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അന്ന് ഫോദോ പൂർണ്ണമായി തകർന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന യുറേനിയത്തിന്റെ ഒരു വലിയ ശേഖരം, ഒരു 400 കിലോഗ്രാം ഒക്കെ വരുന്ന യുറേനിയം പിന്നീട് അവിടെ നിന്ന് മാറ്റി എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയുമാണ്. ഇനി നഥാൻസ് ആണ് ഇന്നലെയായിട്ട് ആക്രമിക്കപ്പെട്ടു എന്ന് ഇന്നൊരു പുതിയ വാർത്ത വന്നത്. പക്ഷെ അത് എന്തായാലും തള്ളുന്നുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ പുറത്തു വരുന്ന പ്രതീക്ഷിക്കാം. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ഫഹാൻ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമല്ല, മറിച്ച് അതൊരു ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ ആണ്. ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ അതൊക്കെ നടക്കുന്നത് ഇസ്ഫഹാനിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ നിന്നും നഷ്ടമായി എന്ന് പറയുന്ന അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന ആ യുറേനിയം ശേഖരം ഇസ്ഫഹാനിലെ ഈ സെന്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടുമില്ല. ഇനി മറ്റൊന്നാണ് ഈ ദർഖോവിൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ആണവ നിലയമാണ്, ആണവ വൈദ്യുത നിലയമാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. പൂർണ്ണതോതിൽ വർക്കായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബൂഷെഹർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ജനങ്ങൾക്കടക്കം അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾക്കടക്കം ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ള ഒരു ആണവ വൈദ്യുത നിലയമാണ് ഈ ബൂഷെഹർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്ന ഈ പവർ പ്ലാന്റിലുള്ളത്. അങ്ങനെ നമുക്ക് വ്യത്യസ്ത വിഭാഗങ്ങളിലായി നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റാൻ കഴിയും. എന്തായാലും 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്ന് ഫോർദോയും നഥാൻസുമാണ്. ഇനി ഇത്
നമുക്ക് ഈ പറയുന്ന മാപ്പിലടക്കം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് നിലവിൽ ഈ നഥാൻസ് കേന്ദ്രത്തിൻ്റെയൊക്കെ അവസ്ഥ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ്, അതായത് ഈ പറയുന്ന ടെഹ്റാന് താഴെ എന്ന് പറയുമ്പോൾ ടെഹ്റാന് തെക്ക് ഭാഗത്തായിട്ടാണ് നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വളരെ സൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപഗ്രഹ മാപ്പിംഗിൽ നിന്നും നമുക്ക് ഈ പവർ പ്ലാന്റിന്റെ ചിത്രം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അത് ഈ രീതിയിലാണ് ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും ഈ രീതിയിൽ ഉള്ള ഒരു പവർ പ്ലാന്റ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർത്തു എന്നാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെട്ടത്. പക്ഷേ ആ രീതിയിൽ അത് തള്ളുന്നുണ്ട് അറ്റോമിക ഏജൻസി. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും ഇതിനകത്ത് അത്തരത്തിലുള്ള യുറേനിയത്തിന്റെ ഒരു വലിയ ശേഖരമുണ്ട്. ഇവിടെയുള്ള ഭൂപ്രദേശ അകത്ത് അടിയിൽ തന്നെ തുറന്നുകൊണ്ട് ഒരു വലിയ കേന്ദ്രത്തിനകത്ത് അത് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങളാണ്. എന്തായാലും ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് നഥാൻസ്. അതായത് നേരത്തെ തകർക്കപ്പെട്ട ഫോർദോയേക്കാൾ വലുതാണ് ഈ നഥാൻസിലെ ഈ കേന്ദ്രം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും. ഇറാനും ആ രീതിയിൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാലും ഈ രണ്ട് കേന്ദ്രങ്ങളിലെ കൂടുതലായിട്ട് അമേരിക്ക ഫോക്കസ് ചെയ്യുന്നത്. ഇത് നശിപ്പിക്കുക, ഇതിൽ നിന്നും പിന്തിരിയുക ഇറാൻ എന്നൊരൊറ്റ വഴി മാത്രമേ മുന്നിലുള്ളൂ എന്നാണ് അമേരിക്ക വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.